സംഗീതനാദി സാമഹംഗീമസിദ്ധി അന്നദാനന്ദാഭികാശ്വരി സദാശിവസമാരംഭാം സദസ്സുരാനാം ഭഗവത്പാദം വന്ദേ ഈശ്വരോ ഗുരുവന്ദേ യോഗദേഹായ ദക്ഷിണാമൂർത്തയേ നാലാം ബ്രാഹ്മണ ഭാഷ്യം. തർഹി സന്തതോ അവിദ്യാനിവർത്തകോ നിശ്ചിന്നയില്ല ജീവനാതു സതി സന്തത്യനുപത്തേഹി അഹി ജീവനാദിഹേതുകെ പ്രത്യസതി വിദ്യാപ്രത്യ സന്തതിരുപത്യതേ വിരോധ അഥ ജീവനാദി പ്രത്യയ തിരസ്കരണേനൈവ ആം മരണാന്താൻ വിദ്യാസന്തതിരിതി ചേർന്ന പ്രത്യയത്ത സന്താനമന അനവധാരണാൻ ശാസ്ത്രാർത്ഥ അനവധാരണ ദോഷ ഏതാം പ്രത്യയാനാം സന്തതിരവിദ്യയാ നിവൃത്തികൈതി അനവധാരണ ശാസ്ത്രാർത്ഥോ നവർധ്യേത തച്ചനിഷ്ഠം. ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്ഞാനം എങ്ങനെ സംഭവിക്കുന്നു. ഇവിടെ ഒരു കൂട്ടർ അദ്വൈതികളിൽ തന്നെ ഒരു കൂട്ടർ പറയുന്നത് സമാധി കൊണ്ട് സംഭവിക്കണം, ധ്യാനം കൊണ്ട് സംഭവിക്കണം, അല്ലെങ്കിൽ കൊണ്ട് വളരെ കാലത്തെ അഭ്യാസം കൊണ്ട് അത് ജ്ഞാനമാവും. അഹം ബ്രഹ്മാസ്മി ഇതിനെ നിരന്തരം അഭ്യസിക്കണം. അത് ദൃഢമാവുമ്പോൾ വിച്ഛിന്ന ധ്യാനം കഴിഞ്ഞ് സമാധി, അവിടെ ആകുമ്പം വിച്ഛേദമില്ലല്ലോ. പറയുന്നു അങ്ങനെ സംഭവിക്കത്തില്ല. ജീവനാദസതി സന്തത്യനുപത്തേഹി. കാരണം കുറച്ചു സമയം ധ്യാനിക്കാം, പക്ഷെ മനസ്സിന് അങ്ങനെ ഒരു സമാധി വന്നാലും അതിന് ഭംഗം വരും. അപ്പോൾ നേരെ വിപരീതമായ ബുദ്ധി വരും. ജീവനാദി ഭേദകെ പ്രത്യയസതി അന്നപാനാദി വിചാരങ്ങളെല്ലാം വരും, ശരീരബോധം വരും. പിന്നെ അവിടെ വിദ്യാപ്രത്യ സന്തതിയില്ല. വിദ്യാപ്രത്യ സന്തതി മുറിയാത്ത ജ്ഞാനം അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്ന് പറയുന്നു. പരസ്പരം വിരുദ്ധമുള്ള കാര്യമാണ്. പറയുന്നു അഥ ജീവനാദി പ്രത്യേക തിരസ്കാരേണൈവ നൈവ, അത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു വിചാരവും വരാതെ
ശരീരബോധമേ വരാത്ത രീതിയിൽ ജീവനാദി പ്രത്യേക തിരസ്കാര അതിനെ നിരോധിച്ചുകൊണ്ട് മരണം വരെ ഒറ്റ മരണം സംഭവിക്കുന്ന പോലെ. മരണം ഇന്ന സമയം സംഭവിക്കണമെന്നില്ലല്ലോ, എപ്പോഴും സംഭവിക്കാം. അതായത് സമാധി അങ്ങനെ പരിശീലിക്കണം, മരണത്തിലേ അത് അവസാനിക്കും. എത്ര കാലം? അങ്ങനെ കാലമൊന്നുമില്ല, സമാധിയിൽ കാലമില്ലല്ലോ. ആം മരണം എന്താ വിദ്യാസന്തതി. അഹം ബ്രഹ്മാസ്മി അങ്ങനെ ഉപാസിക്കുന്നു. വിശപ്പ്, ദാഹം തുടങ്ങിയ വികാരങ്ങളൊന്നും അവിടെ അതിനെയൊക്കെ നിരോധിക്കണം, അതൊന്നും വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ അവസാനിക്കുന്നത് മരണത്തിലായിരിക്കും, ശരീരനാശത്തിൽ. അതാണ് മരണാന്തം എന്ന് പറയും. ഇപ്പോൾ ശരീരം നിലനിൽക്കണമെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങളെല്ലാം വേണം. അന്നപാനം ഒന്നുമില്ലാതെ ശരീരം നിലനിൽക്കത്തില്ല. കാരണം ശരീരം ഭൂതകാര്യമാണ്, ഭൗതികമാണ്. ഭൂതകാര്യമായ ശരീരം ഭൂതസംഘാതമാണ്. ആ ശരീരത്തെ നിലനിർത്തണമെങ്കിൽ പ്രപഞ്ചത്തിൽ ചില നിയമങ്ങളുണ്ട്, അത് പാലിച്ചേ പറ്റും. ഒരു ഉപായത്തിൽ അല്ലെങ്കിൽ വേറൊരു ഉപായത്തിൽ ഏതെങ്കിലും തരത്തിൽ ശരീരത്തെ നിലനിർത്തുന്നതാണ് ജീവനം എന്ന് പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു ഉപായത്തിലൂടെ ശരീരത്തെ നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മരണം സംഭവിക്കും. ഇപ്പം ഭക്ഷണം കഴിച്ചോ വെള്ളം കുടിച്ചോ തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ഒരു ഉപായം അവിടെ വേണം. ലൗകികമോ അലൗകികവുമായ എന്തെങ്കിലും ഒരു ഉപായം. ആ ഉപായത്തിലൂടെ ശരീരത്തെ നിലനിർത്തുന്നതിനുള്ള ഒരു യത്നം ആ ജീവന്റെ ഭാഗത്തുണ്ടായില്ലെങ്കിൽ അത് തനിയെ സംഭവിച്ചു പോകും. ആ ജീവൻ തന്നെ ഈ ശരീരത്തോട് താതാത്മ്യപ്പെട്ടിരുന്നുകൊണ്ട് ഇത് കൂടിച്ചേർന്ന് പ്രവർത്തിക്കും. ഒന്ന് നഷ്ടപ്പെട്ട വേറൊരു ഉപായം അത് സ്വീകരിക്കും. അന്നം കിട്ടാതിരുന്നു എന്നിരിക്കട്ടെ, ശരീരം നിലനിർത്താൻ വേണ്ടി അത് മറ്റെന്തെങ്കിലും ഉപായം നോക്കും. എന്തായാലും ശരി, അവിടെ ജീവനം എന്ന് പറയുന്ന ഒന്ന് സംഭവിക്കും, ശരീരത്തെ നിലനിർത്തും. പക്ഷെ ഇവിടെ പറയുന്നു അങ്ങനെ ഒന്നിനെ ആശ്രയിക്കുന്നേയില്ല. പൂർണ്ണമായും അതിനെല്ലാം നിരോധിക്കുന്നു. അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഒറ്റ ചിന്ത, ഒരൊറ്റ ചിന്തയിൽ സമാധി. ആ സമാധി കൊണ്ട് ശരീരനാശം, മുക്തി. അങ്ങനെ ആയാലോ? അങ്ങനെ പലരും പറയുന്നുണ്ട്, സമാധി കൊണ്ടാണ് മുക്തി ഉണ്ടാവേണ്ടത്. ഇവിടെ പറയുന്ന പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യമാണ്, മുക്തിക്ക് ജ്ഞാനം വേണം, ജീവന്റെ മുക്തിക്ക് ജ്ഞാനം വേണം. എന്തുകൊണ്ട്? അതിന് തടസ്സമായിരിക്കുന്ന അജ്ഞാനമാണ്. ആ അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നതിന് ജ്ഞാനം വേണം. അക്കാര്യത്തിലൂടെ അഭിപ്രായ വ്യത്യാസമില്ല. ആ ജ്ഞാനം എങ്ങനെ എന്നുള്ളതാണ്. ആ ജ്ഞാനത്തിന്റെ സ്വരൂപം എന്താണ്? അദ്വൈതികളിൽ തന്നെ ചിലർ പറയുന്നത് ആ ജ്ഞാനം സമാധിയിൽ നിന്നാണ് ഉണ്ടാകേണ്ടതെന്നാണ്. അവിടെയാണ് ഇവിടുത്തെ ചർച്ച. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്? ആ ജ്ഞാനം പ്രമാണത്തിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. ഉപദേശത്തിൽ നിന്നാണ് ജ്ഞാനം ഉണ്ടാകേണ്ടത്. കാരണം ജ്ഞാനം എന്ന് പറയുന്നത് പ്രമ, അത് പ്രമാണത്തിൽ നിന്നേ ഉണ്ടാകും, വേറെ ഒന്നിൽ നിന്നും ഉണ്ടാകത്തില്ല. ജീവന് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. രൂപജ്ഞാനം കണ്ണുകൊണ്ടാകുന്നുണ്ടാകുന്നു, കണ്ണില്ലാത്തവനതില്ല. ശബ്ദജ്ഞാനം ശ്രവണേന്ദ്രിയത്തിൽ, രസജ്ഞാനം രസനേന്ദ്രിയത്തിൽ, സ്പർശനജ്ഞാനം സ്പർശനേന്ദ്രിയത്തിൽ. അതിനാണല്ലോ ജ്ഞാനേന്ദ്രിയങ്ങൾ 5. അപ്പോൾ ആ ജ്ഞാനത്തിന് ഈ നിമിത്തങ്ങളുണ്ട്.
അങ്ങനെ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം പ്രമാണങ്ങളാണ്. അല്ലെങ്കിൽ ഇതിനെല്ലാം ജ്ഞാനത്തിന്റെ നിമിത്തങ്ങളെന്ന് പറയാം. ഇവിടെ ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം അത് സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ്. ആ സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം ശബ്ദപ്രമാണത്തിലൂടെ ഉണ്ടാകത്തുള്ളൂ. പ്രത്യക്ഷ അനുമാനം തുടങ്ങിയ പ്രമാണങ്ങളെപ്പോലെ തന്നെ മുഖ്യമായൊരു പ്രമാണമാണ് ശബ്ദം. കാരണം ശബ്ദത്തിലൂടെ അറിവുണ്ടാകുന്നുണ്ട്. നാനാ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ് നമ്മൾ നേടുന്നത് ശബ്ദത്തിലൂടെയാണ്. ഇവിടെ വിഷയം അന്യമല്ല, സ്വസ്വരൂപമാണ്. അതുകൊണ്ട് ആ ശബ്ദത്തിലൂടെ ജ്ഞാനം ഉണ്ടാവും. ശബ്ദത്തിൽ നിന്ന് തന്നെ ഉണ്ടാവണം. അത് ശ്രുതി. ആ ശബ്ദത്തിലൂടെ പറയുന്ന ശ്രുതി. ആ ശ്രുതിയാണ് ഗുരു ഉപദേശിക്കുന്നത്. അതുകൊണ്ട് ശബ്ദത്തിലൂടെ ജ്ഞാനം ഉണ്ടാകും. മറ്റൊന്നിലൂടെയും ജ്ഞാനം ഉണ്ടാകത്തില്ല. ഇവിടെ പറയുന്ന അങ്ങനെയല്ല. ശബ്ദം കേൾക്കുന്നു, പക്ഷെ ജ്ഞാനം ഉണ്ടാകുന്നില്ല. ഇവിടെ പറയുന്നു. പിന്നെയോ ആ ശബ്ദത്തിനെ ആവർത്തിക്കുന്നു. ശബ്ദത്തെ ആവർത്തിക്കാം, ശബ്ദത്തെ അർത്ഥബോധത്തോടുകൂടി ആവർത്തിക്കാം. മാനസികമായൊരു അഭ്യാസം ചെയ്യുന്നു. അങ്ങനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനം മാനസികമായ അഭ്യാസമാണ്. ആ മാനസിക അഭ്യാസം കൊണ്ട് പിന്നെ ജ്ഞാനം ഉണ്ടാകും, ശബ്ദത്തിൽ നിന്നല്ല. അല്ലെങ്കിൽ ആ മാനസിക അഭ്യാസം കൊണ്ടത് ദൃഢമായി സമാധിയാകും. സമാധിയിൽ നിന്ന് ജ്ഞാനം അല്ലെങ്കിൽ സമാധി രൂപത്തിലുള്ള ജ്ഞാനം രണ്ടു തരത്തിലും പറയും. ആ ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അതിവിടെ അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ടത് അംഗീകരിക്കാത്ത കാരണം പറയുന്നത് ജ്ഞാനം വസ്തുതന്ത്രമാണ്. അതാണ് അതിന്റെ മുഖ്യമായ സിദ്ധാന്തം. വസ്തു എങ്ങനെയോ അതനുസരിച്ച് ജ്ഞാനം ഉണ്ടാകും. അല്ലാതെ അത് കർത്തൃതന്ത്രമല്ല. താൻ ജ്ഞാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവന്റെ മാനസികമായ പ്രവൃത്തികൾ കൊണ്ടുണ്ടാകുന്നതല്ല ജ്ഞാനം. ഇനിയിപ്പോ ഉഷ്ണജ്ഞാനം, അഗ്നി നിന്ന് ഉഷ്ണജ്ഞാനം കൂടുതൽ വ്യക്തമായതുണ്ട്. അഗ്നിയുമായിട്ട് ത്വക്കിന് ബന്ധമുണ്ടായ ഉടൻ തനിക്ക് ഉഷ്ണജ്ഞാനം ഉണ്ടാവുന്നു. അത് താൻ മാനസികമായി ധ്യാനിച്ചുണ്ടാക്കിയത്. ഉഷ്ണജ്ഞാനത്തിന് വേണ്ടി സമാധിയുടെ ആവശ്യമില്ല. കാരണം ജ്ഞാനം ഉണ്ടാകേണ്ടത് ഈ ത്വകിന്ദ്രിയത്തിലൂടെയാണ്. അതാണ് അതിന് ഇരിക്കുന്നത്. അതിന് ബാഹ്യമായി വന്ന നിമിത്തമാണ് ഉഷ്ണം. രണ്ടും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ഉടൻ ജ്ഞാനം ഉണ്ടാകുന്നു. പിന്നെ അതിനെന്തിനു ധ്യാനിക്കണം? വസ്തുവിനനുസരിച്ച്. ആ ഉഷ്ണത്തിന്റെ സ്ഥാനത്ത് ശീതമാണ് വരുന്നത്. ഹിമം, ഉടൻ ജ്ഞാനം ഉണ്ടാകുന്നു. ഇത് ജ്ഞാനത്തിന്റെ സ്വഭാവമാണ്. ഇതാണ് വസ്തുതന്ത്രം എന്ന് പറയുന്നത്. വസ്തു വന്നു കഴിഞ്ഞാൽ അത് ഉണ്ടായേ തീരും, മാറാൻ പറ്റില്ല. മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഈ ശരീരത്തിൽ ചൈതന്യം, ഇതെല്ലാം ഉണ്ടെങ്കിൽ വസ്തുവിന്റെ സമ്പർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ ജ്ഞാനം ഉണ്ടാകും. ഇനി ഒരാൾ പറയുകയാണ് ആ ജ്ഞാനം ഉണ്ടാകുന്നില്ല, പറഞ്ഞിട്ടും കാര്യമില്ല. അഗ്നിയെ സ്പർശിച്ചു, പക്ഷെ ഉഷ്ണമല്ല ശീതമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടായി തന്നെ
എപ്പോഴാണ് ആ ഇന്ദ്രിയ വിഷയ ബന്ധം ഉണ്ടാകുന്നത് അപ്പോൾ ജ്ഞാനമുണ്ടാകും. ഇത് ജ്ഞാനത്തിന്റെ സ്വഭാവമാണ്. വസ്തുവിനനുസരിച്ച് പ്രകാശിക്കുക. ആ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നതിന് ശബ്ദത്തിന് ശേഷിയുണ്ട്. കാരണം ശ്രവണേന്ദ്രിയം എന്ന് പറയുന്നത് ഒരു പ്രമാണമാണ്, അല്ലെങ്കിൽ അതൊരു കർണമാണ്. പ്രമാണം എന്താണെന്ന് ഉള്ളതിന് സ്ഥൂലമായി പറയുമ്പോൾ ഇന്ദ്രിയം പ്രമാണം എന്ന് പറയും. സൂക്ഷ്മോപാധന വേറെ അർത്ഥങ്ങൾ പറയും. എന്തായാലും അങ്ങനെയാണ് ജ്ഞാനം സംഭവിക്കുന്നത്. ഇത് ബാഹ്യ വിഷയങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ആ ജ്ഞാനം മാനസികമാണ്, അതിൽ തർക്കമില്ല. മാനസികമായ അനുഭവമാണ് ജ്ഞാനം. ഉഷ്ണമാണ് എന്നുള്ളത് തന്റെ മാനസികമായ അനുഭവമാണ്. പക്ഷെ ആ മാനസികമായ അനുഭവം മനസ്സിന്റെ ആവൃത്തി കൊണ്ടുണ്ടായതല്ല, വിഷയസംബന്ധം കൊണ്ടുണ്ടായതാണെന്ന്. ഇവിടെ എന്താണ് വിഷയം? ആത്മാവാണ്. അതിനെ കുറിച്ചുള്ള ബോധം അവനിപ്പോ ഇല്ല. അതിന്റെ പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു. സ്വരൂപജ്ഞാനം സദാ പ്രകാശിക്കും, അവിടെ അജ്ഞാനമില്ല. അക്കാര്യത്തിനും തർക്കമില്ല. അജ്ഞാനം ജ്ഞാനിക്കുമെന്ന് ഒരുപോലെ അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിന്റെ വിശേഷ രൂപത്തെക്കുറിച്ച് അതിന് സാമാന്യ ജ്ഞാനം എന്ന് പറയാം. അത് സച്ചിദാനന്ദമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ, നിത്യമാണോ അനിത്യമാണോ, ഇങ്ങനെയുള്ള അതിന്റെ വിശേഷങ്ങളെക്കുറിച്ച് അജ്ഞാനമുണ്ട്. അതിനെ മാറ്റിത്തരാൻ ആണ് ഉപദേശം. അതിലൂടെ ഗുരു ഇവിടെ മുമ്പിൽ പുസ്തകം ഇരിക്കുന്നു, ഒരു വസ്തു ഇരിക്കുന്നു, രൂപം ഇരിക്കുന്നു. പുസ്തകം പോട്ടെ, പച്ച, മഞ്ഞ, കറുപ്പ്, വെളുപ്പ് രൂപങ്ങളുണ്ട് തന്റെ മുമ്പിൽ. കാണുന്നു, കണ്ണുകൊണ്ട് കാണുന്നു. ഇത് പച്ചയാണ്, ഇത് കറുപ്പാണ്, ഇത് വെളുപ്പാണ്, ചുവപ്പാണെന്ന് ഗ്രഹിക്കുന്നതുകൊണ്ട് ഗുരുവിന്റെ ആവശ്യമില്ല. ഗുരു എന്ന് പറയേണ്ട കാര്യമില്ലതാ ഇത് പച്ചയാണ്. ഗ്രഹിക്കുന്നു, അതിനെ എന്താണോ കാണുന്നത് അതുപോലെ ഗ്രഹിക്കുന്നു. ഉഷ്ണം, ശീലം, ഇതിനൊന്നും മനസ്സിലാക്കുന്നതിന് ഉപദേശത്തിന്റെ ആവശ്യമില്ല, ഗുരുവിന്റെ ആവശ്യമില്ല. പ്രത്യക്ഷസിദ്ധമാണ്. ഇന്ദ്രിയം അതെങ്ങനെയോ അതുപോലെ അതിനെ ഗ്രഹിക്കുന്നു. പക്ഷെ ഇവിടെ ആത്മാവിന്റെ വിശേഷതയാണ് ഗ്രഹിക്കേണ്ടത്. അതിന് ഉപദേശം കൊണ്ടേ സാധ്യം. അതുകൊണ്ടാണ് ഗുരുവിന് അവിടെ ആവശ്യം എന്ന് പറയുന്നത്. ആ ഉപദേശം അത് ശബ്ദപ്രമാണമാണ്. ആ ഉപദേശം ഉണ്ടാകുമ്പോൾ പറയുന്നുണ്ടല്ലോ, തിമിരദോഷമുള്ളവന് പച്ച കണ്ടാലും പച്ചയാണെന്ന് തോന്നത്തില്ല, കറുപ്പ് കണ്ടാൽ കറുപ്പെന്ന് തോന്നത്തില്ല. അത്തരം ദോഷങ്ങളൊന്നും ഇല്ലാത്തവൻ ഇതിനൊരു ഉപദേശം ഉണ്ടായാൽ, ഉപദേശം ശബ്ദാത്മകമാണ്, ആ ഉപദേശത്തിൽ നിന്ന് തന്നെ ജ്ഞാനം ഉണ്ടാകുന്നു എന്നാണ് പറയും. അതിന് പിന്നീട് ധ്യാനത്തിന്റെയോ സമാധിയുടെയോ ഒന്നും ആവശ്യമില്ല. എന്നാൽ ധ്യാനം, സമാധി ഇത് അസംബന്ധമാണെന്ന് ഇവിടെ പറയുന്നില്ല. ഭാഷ്യകാരനും അത് സമ്മതിക്കുന്നുണ്ട്. അത് മുമ്പ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. എവിടെയാണ് ധ്യാന സമാധിയുടെയൊക്കെ ആവശ്യം? ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല. ഓർക്കാൻ ഇവിടെ പറയുന്നുണ്ട്.
തസ്മാത് ത്യാഗ വൈരാഗ്യാദി സാധന ബല അവലംബേന ആത്മവിജ്ഞാന സ്മൃതി സന്തതിർ നിയന്തവ്യാഭൂതി ന തപൂർവ കർത്തവ്യ പ്രാപ്തത്വാദിത്യവോചാമ. തസ്മാത് പ്രാപ്തവിജ്ഞാന സ്മൃതി സന്താന നിയമ വിദ്യർത്ഥാനി വിജ്ഞായ പ്രജ്ഞാം കുർവീതി ഇത്യാദി വാക്യാനി അന്യാർത്ഥ സംഭവ. വിജ്ഞായ പ്രജ്ഞാം കുർവീത എന്ന് പറയുന്നു. അറിഞ്ഞിട്ട് ധ്യാനിക്കുക, അത് സമ്മതിക്കുന്നുണ്ട്. ധ്യാനിച്ചിട്ടല്ല അറിയേണ്ടത്, അറിഞ്ഞിട്ട് ധ്യാനിക്കുന്നു. അതവിടെ വിശദമായി പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിയിൽ നിന്ന് ജ്ഞാനം ഉണ്ടായിട്ട് പറഞ്ഞു പ്രാരബ്ധം കൊണ്ട് ഈ പ്രപഞ്ചാനുഭവം ഇങ്ങനെ നിൽക്കുന്നു, രാഗദ്വേഷാദികളെല്ലാം അതുപോലെ തന്നെ കാണുന്നു. അത് ആഭാസരൂപത്തിലാണെന്ന് പറയും, സത്യരൂപത്തിലല്ല. അങ്ങനെ കാണുമ്പോൾ അതിനെ ഒരാൾക്ക് അതും വേണ്ട എന്നാഗ്രഹിക്കുകയാണെങ്കിൽ അവിടെ ധ്യാനിച്ച് സമാധിയിലിരിക്കുക. അത് ജ്ഞാനത്തിന് ശേഷമാണ്. സാധാരണ നമ്മൾ ധരിച്ചിരിക്കുന്നത് ധ്യാന സമാധി കൊണ്ടാണ് ജ്ഞാനം എന്നാണ്. അങ്ങനെ അദ്വൈതം ഉപദേശിക്കുന്നവർ, അദ്വൈതത്തെക്കുറിച്ച് പറയുന്നവരാരും തന്നെ സമാധിയിരിക്കുന്നില്ല. അതെന്താ? സമാധിയിരുന്ന അദ്വൈതം പറയാനൊക്കത്തില്ല. അത് തന്നെ കാരണം. ശങ്കരാചാര്യന് സമാധിയിരുന്നെങ്കിൽ ഇത് എഴുതാൻ ഒക്കുമല്ലോ. സമാധിയിരുന്ന എഴുത്തും വരെയൊന്നും നടക്കത്തില്ല. പിന്നെ ചിലര് ധ്യാനവും സമാധിയായിട്ടൊക്കെ വളരെ കാലം കഴിഞ്ഞവർ അങ്ങനെയുണ്ട്. അങ്ങനെ കഴിഞ്ഞവരും പിന്നീട് കാണുന്ന എന്താണ്? ജ്ഞാനത്തെ, അതെല്ലാം വിട്ടിട്ട് ജ്ഞാനത്തെ ഉപദേശിക്കുന്നവരാണ് മഹാത്മാക്കളെ. ചിലർ ആശ്രമം കെട്ടുന്നു, ചിലർ ജ്ഞാനത്തെ ഉപദേശിക്കുന്നു, ചിലർ ലോകത്തിൽ ഉപദേശിക്കുന്നു, ലോകസംഗ്രഹ പ്രവർത്തനം നടത്തുന്നു. ഈ ബാഹ്യമായ പ്രവർത്തനങ്ങളില്ലെങ്കിലും കുറഞ്ഞപക്ഷം ശിഷ്യ ഉപദേശം അതെങ്കിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ പ്രപഞ്ച വിസ്മൃതി രൂപത്തിലുള്ള സമാധിയിലിരിക്കുന്നതായിട്ട് ആരും കാണുന്നുണ്ട്. ഇത് തനിക്ക് ഭദ്രമാണ്, ഈ പ്രപഞ്ചാനുഭവം സഹിക്കാൻ വയ്യാതാണെന്ന് കരുതി അതിനെ നിരോധിച്ച് സമാധിയിരിക്കുന്നു ഒരാളുമില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട്ട് അറിയാനും ഒക്കത്തില്ല, കാരണം അവർ ഉപദേശിക്കത്തില്ല. ജ്ഞാനത്തെക്കുറിച്ച് പറയാതെ എങ്ങനെ അറിയാൻ പറ്റും? പിന്നീട് അങ്ങനെ സമാധിയിരിക്കുന്ന യോഗികളാണ്. എന്തെങ്കിലും ഒരു പ്രത്യേക അഭ്യാസം ചെയ്ത് മനസ്സ് സമാധി അവസ്ഥയെ പ്രാപിച്ചിരിക്കുന്ന യോഗികൾ, അവര് അദ്വൈതികളല്ല, യോഗികൾ ദ്വൈതികളാണ്, ജീവബഹുത്വത്തെ അംഗീകരിക്കുന്നവരാണ്. അതുകൊണ്ട് അദ്വൈതി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ വേണ്ടി വന്നാൽ വിജ്ഞായ പ്രജ്ഞാം കുർവീത, ജ്ഞാനത്തിന് ശേഷം സമാധിയിലിരിക്കാം എന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു അദ്വൈതിയെ കണ്ടുകിട്ടാൻ പ്രയാസം. ആരും കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം. ഇന്നുവരെ ആരും കണ്ടിട്ടില്ല. അദ്വൈതിയാണെന്ന് അറിയുന്നത് തന്നെ അവരുടെ ഉപദേശം കേട്ടിട്ടാണ്. ഉപദേശിക്കുന്നുണ്ടെങ്കിൽ സമാധിയിലല്ല. പിന്നെ അവർ ജ്ഞാനികളായതുകൊണ്ട് പറയും അവരുടെ ഉപദേശവും പ്രവൃത്തിയും എല്ലാം സമാധിയിലാണെന്ന് പറയും. അത് തത്വജ്ഞാനി എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ അതല്ല, പ്രപഞ്ച വിസ്മൃതി രൂപത്തിലുള്ള സമാധി. അങ്ങനെയുള്ള ഒരു അദ്വൈതി ആരും ഇന്നുവരെ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ പ്രപഞ്ച വിസ്മൃതി രൂപത്തിൽ ഉള്ള അദ്വൈതത്തിൽ അല്ലെങ്കിൽ
അങ്ങനെ പ്രപഞ്ചത്തെ വിസ്മരിച്ചിരുന്നിട്ട് പിന്നീട് വീണ്ടും വന്ന് വ്യവഹാരത്തിൽ ഇടപെട്ടിട്ടുള്ളവരെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ജ്ഞാനം അവരുടെ വ്യവഹാരത്തിന് തടസ്സമായി കാണുന്നില്ല. വ്യവഹാരം ജ്ഞാനത്തിനും തടസ്സമില്ല. അവർക്ക് ജ്ഞാനം ഉണ്ടായത് സമാധിയിൽ നിന്നല്ല, ശ്രവണത്തിൽ നിന്നാണ്. തത്വത്തെ ശ്രവിച്ചതുകൊണ്ടാണ്. അത് എവിടെ നിന്നെങ്കിലും ശ്രവിച്ചാൽ മതി. ഇത്രയും പാകതയുള്ള ജീവനാണെങ്കിൽ ആ ശ്രവണം എവിടെ നിന്ന് സംഭവിക്കും? പൂർവ്വസംസ്കാരം കൊണ്ട് ശ്രവണം ആന്തരികമായി സംഭവിക്കും. സാധാരണഗതിയിൽ ഒരു ഗുരു ഉപദേശിക്കുന്നു, എന്തായാലും അത് ശബ്ദപ്രമാണമായതുകൊണ്ട് ആ ശബ്ദപ്രമാണത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകും. അത് മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല. എന്നുവെച്ചാൽ കേൾക്കുന്നു, ഗ്രഹിക്കുന്നു. തത്വമസി എന്ന് ഉപദേശിക്കുന്നു. ആ ശബ്ദത്തിൽ നിന്ന് ആ സദാത്മീകത്വ ബോധം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സർവാത്മബോധം ഉണ്ടാകുന്നു, അകം ബ്രഹ്മാസ്മി എന്നുള്ള ബോധം ഉണ്ടാകുന്നു. ഏത് രീതിയിലും പറയാം. അതിലൂടെ ഭാഷ്യകാരൻ പറയുന്നത് ആ ഉപദേശം മാത്രമാണ്. എന്തുകൊണ്ട്? ജ്ഞാനത്തിന്റെ സ്വഭാവമായതുകൊണ്ട്. അങ്ങനെ അല്ലാതെ ഒരു ജ്ഞാനം ഉണ്ടാകാൻ വഴിയില്ല. അത് വസ്തുതന്ത്രമാണ്, കർത്തൃതന്ത്രമല്ല. ഇച്ഛിച്ച് ജ്ഞാനത്തെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ സമാധിയിലൂടെ ജ്ഞാനം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് അത് ഇവിടെ വാർത്തകാരൻ പറയും, നൂനത്തെ നാസികാഗ്രേണ വീക്ഷന്തേ സൂര്യമണ്ഡലം. ഒരാൾ കണ്ണടച്ചു വെച്ചിട്ട് സൂര്യനെ കാണുന്നു എന്ന് പറയുകയാണ്. കണ്ണടഞ്ഞിരിക്കുകയാണ്. കണ്ണടഞ്ഞിരുന്ന സൂര്യനെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ അയാൾ പറയുന്നു, ഞാൻ മൂക്കുകൊണ്ടാണ് കാണുന്നത്. ആർക്കെങ്കിലും ചോദ്യം ചെയ്യാൻ പറ്റും? എന്റെ അനുഭവമാണ്. കണ്ണടച്ചാൽ സൂര്യനെ കാണാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ട്? ഞാൻ മൂക്കുകൊണ്ടാണ് സൂര്യനെ കാണുന്നത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ചോദ്യം ചെയ്യാൻ പറ്റും. അതെന്റെ അനുഭവമാണെന്ന് പറയും. പക്ഷെ അത് നടക്കില്ല എന്ന് കേൾക്കുന്നവന്റെ യുക്തിക്കും അനുഭവത്തിനും ബോധ്യപ്പെടും. കണ്ണ് തുറന്നാലേ സൂര്യനെ കാണാൻ പറ്റും. കാരണം അത് കാണുന്നതിനുള്ള ഉപകരണമാണ്. അതാണ് അവിടെ പ്രമാണം. അതുപോലെ ഇവിടെ സ്വസ്വരൂപമായിരിക്കുന്ന വസ്തു, അതിനെ ബോധിപ്പിക്കുന്ന പ്രമാണം ശബ്ദമാണ്, ഉപദേശമാണ്. ആ ഉപദേശത്തിൽ നിന്ന് തന്നെ ഉണ്ടാകണം, അല്ലാതെ ഉണ്ടാകത്തില്ല. എന്തുകൊണ്ടുണ്ടാകത്തില്ല? അത് വസ്തുതന്ത്രം എന്ന് പറയുന്നത് ധ്യാനം, സമാധി, ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ അവിടെ പുരുഷ ഇച്ഛ ആവശ്യമാണ്. ഇച്ഛിക്കണം. ഇച്ഛാശക്തി കൊണ്ടാണ് ഒരാൾ ധ്യാനിക്കുന്നത്. കാരണം പലതും മനസ്സിൽ കയറി വരും. അപ്പോൾ അതിനെയൊക്കെ മാറ്റിക്കളയണം. ഇത് ഒന്നിനെ തന്നെ അവിടെ നിലനിർത്തണം. വളരെ കടുത്ത ഇച്ഛാശക്തി വേണം. എന്റെ മനസ്സിലൊരു വിചാരം മാത്രമേ പാടുള്ളൂ. ആ ഇച്ഛയുടെ ഫലമായിട്ടെന്താ സംഭവിക്കുന്നത്? ക്രിയ, പ്രവൃത്തി. എന്ത് മാനസികമായ പ്രവൃത്തിയാണ് സംഭവിക്കുന്നത്. എന്താണ് ആ പ്രവൃത്തി? ആവൃത്തി. താൻ കേട്ട കാര്യത്തെ അവിടെ ആവർത്തിക്കും. അപ്പൊ ഇച്ഛയുടെ ഫലമായി വരുന്ന എപ്പോഴും ക്രിയയാണ്, ജ്ഞാനമല്ല.
അതിനെ നമ്മൾ ധ്യാനമെന്നോ കുറച്ചുകൂടി അത് കഴിഞ്ഞാൽ സമാധി എന്നോ പറയാം. ഇച്ഛയുടെ ഫലമാണ്. ജ്ഞാനം ഇച്ഛയുടെ ഫലമല്ല. കാരണം അവിടെ ഇച്ഛയ്ക്ക് യാതൊരു പ്രസക്തിയില്ല. ഇച്ഛയുടെ ആവശ്യമായി വരുന്നില്ല. കണ്ണു തുറന്ന് സൂര്യനെ കാണുന്നു, അതിനവിടെ ഇച്ഛിക്കേണ്ട കാര്യമില്ല. കണ്ണു തുറന്നിട്ട് എനിക്ക് സൂര്യനെ കാണണം എന്ന് സൂര്യനിലേക്ക് നോക്കി ഇച്ഛിക്കുന്നില്ല. ഇച്ഛ പുരുഷാധീന പ്രവൃത്തിയാണ്. ഇച്ഛ പുരുഷന്റെ ആഗ്രഹമാണ്. അതാണ് കർത്തൃതന്ത്രം, കർത്താവിന് അധീനം, ആ ജീവനധീനമാണത്. ഇച്ഛിച്ചിട്ട് അവൻ പ്രവർത്തിക്കും. പ്രവർത്തിച്ചാൽ അതിന്റെ ഫലങ്ങളുണ്ടാവും. ജ്ഞാനം ഒഴികെയുള്ള ഫലങ്ങളുണ്ടാവും. ജ്ഞാനം ഇച്ഛയ്ക്ക് അധീനമല്ല. അതുകൊണ്ട് തന്നെ അത് ഇച്ഛിക്കുന്നവന് അധീനവുമല്ല. അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്നവന് അധീനമല്ല. മറിച്ച് സൂര്യനെ കണ്ണു തുറന്ന് കാണുന്നു, സൂര്യനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നു. ഏത് സമയമാണോ കാണുന്നത് ആ സമയം തന്നെ, ഏത് കാലത്തിൽ തന്നെ, ഇതിനും പ്രവർത്തിക്കുന്ന കാലത്തിൽ തന്നെ അവിടെ ബോധം ഉണ്ടാകും. അതെന്താ അങ്ങനെ? അത് ജ്ഞാനത്തിന്റെ സ്വഭാവമാണത്, വസ്തു സ്വഭാവമാണ്. അഗ്നി എന്താ ഉഷ്ണിക്കുന്നത്, അതതിന്റെ സ്വഭാവമാണ്. ദീപം എന്താ പ്രകാശിക്കുന്നത്, അതിന്റെ സ്വഭാവമാണ്. ജ്ഞാനം വസ്തുതന്ത്രമായിരിക്കുന്ന ജ്ഞാനത്തിന്റെ സ്വഭാവമാണ്. ഇതിനെ മാറ്റാൻ ആരെങ്കിലും വിചാരിച്ചാൽ കഴിയുമോ? അഗ്നി ശീതമാക്കാൻ ആർക്ക് കഴിയും? അതുകൊണ്ട് ഇവിടെ ആ ശബ്ദശ്രവണം കൊണ്ട് തന്നെ ആ ബോധം ഉണ്ടാകുന്നു. അതുകൊണ്ടിവിടെ ഒരു തരത്തിലുള്ള സമാധിയില്ല. അതുകൊണ്ട് നിരന്തരമായ സമാധിയോ വാർത്തകാരൻ പറയുന്നു. എന്താണ്? ശരി, എന്നാൽ ഇങ്ങനെ ഈ നമ്മളോരോ കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഇതിനിടയ്ക്ക് കുറച്ച് സമയം സമാധിയിലിരിക്കുക, ജ്ഞാനം ഉണ്ടാക്കുക, അങ്ങനെ പറയുന്നു. സമ്മതം. സമാധിയിൽ ഒരാൾക്കിരിക്കാം, അത് പറ്റില്ലെന്ന് പറയുന്നു. സമാധിയെ നിഷേധിക്കല്ല ചെയ്യുന്നു. ഈ പറയുന്ന ജ്ഞാനം ആ സമാധിയുടെ ഫലമല്ലെന്നാണ് പറയുന്നത്. അതുവേണമെങ്കിൽ പ്രപഞ്ചത്തെ, ചിത്തവൃത്തികളെ നിരോധിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തെ വിസ്മരിച്ചിരിക്കാം. സമാധിയെ നിഷേധിക്കുന്നില്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ അതുകൊണ്ട് അല്ല ജ്ഞാനം, അത് കേവലം പ്രമാണാധീനമാണ്. അതിനാണ് ഈ ഉദാഹരണങ്ങളെല്ലാം ഇത്രയും വിശദമാക്കിയത്. അതുകൊണ്ട് ഏകാഗ്രമായിരിക്കുക, എന്നിട്ട് ആ സമാധിയിൽ തന്നെ ഇരുന്നു ജീവനാദിയെ നിരോധിച്ച് സമാധി സാധ്യമല്ല എന്ന് പറയുന്നു വാർത്തകാരൻ. അതിന് വിശപ്പും ദാഹവും എല്ലാം അനുഭവപ്പെടുമ്പോൾ എവിടെയാ സമാധി? അപ്പോൾ സമാധി അത് തന്നെ ഇല്ലാതാക്കും. കുറച്ചു സമയമൊക്കെ ബലം പിടിച്ചിരിക്കും, അതിനപ്പുറം കഴിയില്ല. ഉപവസിക്കുന്നവർ ഭക്ഷണവും ജലവും ഉപേക്ഷിക്കുന്ന പോലെ അതിനൊരു പരിമിതിയുണ്ട്. അതിനപ്പുറം വന്നു കഴിഞ്ഞാൽ ശരീരം നശിച്ചു. അതേസമയം സമാധിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ശരീരം നശിക്കാമെന്നുള്ളതല്ല. സമാധിക്ക് ശ്രമിക്കുന്നവന് ജീവന നിമിത്തമായി, ശരീരം നിൽക്കുന്നതിന്റെ നിമിത്തമായിട്ട് എന്താണ് ഇതിനെല്ലാം ഉള്ള ആഗ്രഹം ഉണ്ടാവും. വെള്ളം കുടിക്കണമെന്നും ആഹാരം ഭക്ഷിക്കണമെന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ടാണ് യോഗശാസ്ത്രത്തിൽ പറയുന്നത് അങ്ങനെ സമാധിയെ ശരിക്കണം എന്നുള്ള ആദ്യം ഇതിനെയൊക്കെ ഇല്ലാതാക്കണം. അതിനുള്ള സമാധി ശരിക്കും.
വിശപ്പും ദാഹമൊക്കെ ഇല്ലാതാക്കാനുള്ള അഭ്യാസങ്ങൾ ചെയ്യണം, മാനസികമായ അഭ്യാസങ്ങൾ ചെയ്തു. അങ്ങനെ മനസ്സിന് ബലമുണ്ടാക്കി അതെടുക്കണം. കണ്ട കൂപത്തിൽ ധ്യാനിച്ചു കഴിഞ്ഞാൽ വിശപ്പും ദാഹമൊക്കെ ഇല്ലാതാക്കുന്നു. ആദ്യം അവിടെ സംയമം ചെയ്ത് അത് മനസ്സിന്റെ പ്രത്യേക സിദ്ധിവിശേഷങ്ങളാണ്. അങ്ങനെയുള്ള പ്രത്യേകം അതൊന്നും ആരും ചെയ്തു കണ്ടിട്ടൊന്നുമില്ല, കഥകളിലേ ഉള്ളൂ. ഭക്ഷണം കഴിക്കാത്തവരും ജ്ഞാനിയെക്കുറിച്ചും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അപ്പോൾ അങ്ങനെ അഭ്യാസം ചെയ്ത് മാനസികമായ സിദ്ധികൾ ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് ആ മാനസികമായ സിദ്ധിയുടെ ബലത്തിൽ പിന്നീട് ധ്യാനിക്കും. എന്ന് പറയുന്നു. അതാണ് യോഗവും ഇതും തമ്മിലുള്ള വ്യത്യാസം. യോഗികൾ പറയുന്നത് ഇങ്ങനെ സമാധി ശീലിച്ച് അവസാനം വിവേകഖ്യാതി ഉണ്ടാകുന്നു, വിവേകജ്ഞാനം ഉണ്ടാകുന്നു സമാധിയാണ്. അതാണ് ഇവിടെ പൂർവപക്ഷമായി കണ്ടിട്ട് നിഷേധിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇവിടെ പറയുന്ന ആത്മബോധം, ഇനി എന്തെങ്കിലും ജ്ഞാനം ഉണ്ടാകുമെന്നിരിക്കും, അതിനെ നിഷേധിക്കുന്നില്ല. പ്രകൃതി പുരുഷ വിവേകം ഏകത്വജ്ഞാനമാണ് ഇവിടെ പറയുന്നത്. പരമാർത്ഥം, ഈ പരമാർത്ഥത്തെക്കുറിച്ചുള്ള ജ്ഞാനം ചിലർക്ക് ദർശനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. കണ്ണടച്ചിരുന്ന് ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ ഓരോ അത്ഭുതങ്ങൾ, ഓരോ അറിവുണ്ടാകും. ചിലപ്പോൾ അവർക്ക് ഭൂതഭാവി ജ്ഞാനങ്ങളുണ്ടാകുന്നു. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. അത്തരം കാര്യങ്ങളല്ല, അങ്ങനെയുള്ള ജ്ഞാനങ്ങളെല്ലാം ഉണ്ടാകും. ഇവിടെ പറയുന്നത് എന്താണ്? സ്വരൂപജ്ഞാനം. അതാണ് ശ്രുതി ബോധിപ്പിക്കുന്ന സദാത്മികത്വജ്ഞാനം. ആ ജ്ഞാനം ശബ്ദത്തിൽ നിന്നേ ഉണ്ടാകുമെന്ന് പറയുന്നു. അല്ല ധ്യാനിക്കുമ്പോൾ ജ്ഞാനം ഉണ്ടാകില്ലെന്നല്ല പറയുന്നു. അത് മനസ്സ് ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സ് ഏകാഗ്രപ്പെടുക. മനസ്സ് ഏകാഗ്രപ്പെടുമ്പോൾ മനസ്സിന്റെ പല തലങ്ങളിലും എന്തെങ്കിലുമൊക്കെ അറിവുകളുണ്ടാകാം. ഈ മനസ്സ് പൂർണ്ണമായും വിലയിച്ചിട്ട് സ്വപ്നത്തിൽ ഉണ്ടാകുന്നില്ലേ പലതരത്തിലുള്ള അറിവുകൾ. പിന്നെ ധ്യാനത്തിൽ സമാധിയിൽ പലതരത്തിലുള്ള അറിവുണ്ടാകുന്നതിൽ എന്താ അതിശയം? അത് മറ്റൊരു തലം. അതുപോലെ മനസ്സിന്റെ പല തലങ്ങളിൽ, അതുപോലെ തന്നെ ഭാവനകൾ, കൽപ്പനകൾ എല്ലാം മനസ്സിലുണ്ടാകും. മനസ്സിന്റെ തലങ്ങളെല്ലാം അനന്തമാണ്. അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് പറയാൻ വയ്യ. അങ്ങനെയുള്ള അറിവുകളെ കുറിച്ച് പറയുന്നു. അലൗകികമായ അറിവുകളുണ്ടാകുന്നു, അതീന്ദ്രിയമായ ജ്ഞാനം ഉണ്ടാകുന്നു. അതൊക്കെ സമ്മതിക്കുന്നു. ഇവിടെ അതല്ല വിഷയം. ഇവിടെ പറയുന്ന സദാത്മേകത്വ ജ്ഞാനം അതുണ്ടാകും. അത് പ്രമാണജന്യമാണ് എന്നാണ്, അല്ലാതെ ഉണ്ടാകത്തില്ല. നമ്മളിപ്പോ മനസ്സുകൊണ്ടിരുന്നവരൊന്ന് ഭാവന ചെയ്യുന്നു, കൽപ്പന ചെയ്യുന്നു, അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്നത് പ്രമാണജന്യമായ ജ്ഞാനം. ആ ജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത്. വസ്തുതന്ത്രം എന്ന് പറയുന്നു. നമ്മൾ കണ്ടുവച്ച് ഭാവന ചെയ്യുന്നു, അതല്ല. പ്രമാണജന്യമായ ജ്ഞാനങ്ങളെല്ലാം, കാരണം അതാണ് യഥാർത്ഥ ജ്ഞാനം. മറ്റേത് യഥാർത്ഥമെന്ന് പറയാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഭാവന ചെയ്യണം, ഞാൻ ചന്ദ്രനിലാണ്. ഇത് എന്റെ ഭാവനയാണ്, അതൊരു ജ്ഞാനമാണ്. പക്ഷെ അത് ഭാവനാരൂപത്തിലുള്ള ജ്ഞാനം, പ്രമാണജന്യമായ ജ്ഞാനമല്ല. കാരണം കണ്ണു തുറക്കുമ്പോൾ എനിക്കറിയാം ഞാനിവിടെ ഭൂമിയിലായിരിക്കുന്നു. അപ്പൊ കണ്ണു തുറന്നപ്പോൾ ഉണ്ടായത് പ്രമാണജന്യമായ ജ്ഞാനം, എനിക്ക് ഭൂമിയെക്കുറിച്ചുള്ള അറിവുണ്ടായി. അത്തരത്തിലുള്ള പ്രമാണജന്യമായ ജ്ഞാനം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. വസ്തുതന്ത്രമാണ്. മറ്റിടത്ത് വസ്തുവില്ലല്ലോ.
ചന്ദ്രനെ ഇല്ല അവിടെ. എന്നാലും എനിക്ക് ചന്ദ്രനെ കുറിച്ച് ജ്ഞാനമുണ്ടാകും. ഞാൻ ചന്ദ്രനിരിക്കുകയാണ്. അങ്ങനെ ഇല്ലാത്ത വസ്തുക്കളെ കുറിച്ചും എനിക്ക് ഭാവന ഉണ്ടാകും. ഈ ലോകസിദ്ധം അല്ലാത്ത വസ്തുക്കളെ കുറിച്ച് ആണ് ഒരാൾ ധ്യാനത്തിലിരിക്കുമ്പോൾ പറയുന്നു, ഞാൻ ധ്യാനത്തിൽ എന്നിട്ട് 14 ലോകങ്ങളിലും പോയി വന്നു. അത് പോയി വരാം. പ്രമാണജന്യമാണ്. കാരണം പ്രമാണം എന്ന് പറയുന്നത് ഇവിടെ ഈ ജീവന്, ഈ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും മറ്റും. അത് ഇവിടെയാണ് ശബ്ദം. ഇത് സമാധിയുടെ ശബ്ദത്തെക്കുറിച്ചല്ല പറയുന്നത്, ശ്രവണേന്ദ്രിയത്തിലൂടെ ഗ്രഹിക്കുന്ന ശബ്ദത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഈ പ്രമാണ പ്രമേയ വ്യവഹാരമുള്ള ഈ ലോകത്തിൽ ഈ പ്രമാണജന്യമായി വരുന്ന ജ്ഞാനങ്ങൾ ഇതെല്ലാം വസ്തുതന്ത്രമാണ്, വസ്തുവിനനുസരിച്ചാണ്. ഇവിടെ ശ്രുതിയാണ് പ്രമാണം. ശ്രുതി അതും വിശേഷിച്ചെന്ത് ചെയ്യുന്നു? സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. അത് സത്യത്തെ ബോധിപ്പിക്കുന്നു. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ശബ്ദത്തിൽ നിന്നെപ്പോൾ യഥാർത്ഥമായ ജ്ഞാനമേ ഉണ്ടാകുകയില്ല. ഒരാൾ പറയുകയാണ്, അപ്പുറത്തൊരാന നിൽക്കുന്നു, അവിടെ ഇല്ല, പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണ്. പക്ഷെ ജ്ഞാനം ഉണ്ടായി, പുറത്താനയുണ്ടെന്ന്. ശബ്ദം കേട്ടാൽ എന്തായാലും ജ്ഞാനം ഉണ്ടാകും, ഉണ്ടായി തീരും. പുറത്താന നിൽക്കുന്നു, ജ്ഞാനം ഉണ്ടായി. പക്ഷെ അത് ഭ്രാന്തിയായിരുന്നു. എന്തുകൊണ്ട്? അത് വസ്തുവിഷയകമല്ല. അങ്ങനെ വസ്തുവിഷയകമല്ലാത്ത സ്ഥലത്ത് പോലും ശബ്ദം കേട്ടുകഴിഞ്ഞാൽ ജ്ഞാനം ഉണ്ടാകും. അവിടെ പിന്നെ ധ്യാനിക്കേണ്ട ആവശ്യമില്ല. പുറത്താനയുണ്ടോ ധ്യാനിക്കേണ്ട കാര്യമില്ല. ജ്ഞാനം എന്തായാലും ഉണ്ടാവും. പക്ഷെ ജ്ഞാനം ഉണ്ടായിട്ട് സംശയം വരാം, അവിടെ ഉണ്ടോ ഇല്ലയോ, പറഞ്ഞത് ശരിയാണോ തെറ്റാണോ, ഇയാളെന്നെ വഞ്ചിക്കാൻ പറഞ്ഞതാണോ അല്ലയോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവസാനം എന്ത് ചെയ്യുന്നു? അവിടെ ശബ്ദപ്രമാണം പോരാ, ചക്ഷുരേന്ദ്രിയത്തെ ആശ്രയിക്കുന്നു. അവിടെ പോയി നോക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരു ശബ്ദപ്രമാണത്തെ ആശ്രയിക്കുന്നു. സത്യം പറയുന്ന ഒരാൾ ചോദിക്കുന്നു, അവിടെ ഉണ്ടോ? ഇല്ല. ഇപ്പൊ രണ്ടാമത് പറഞ്ഞ ശബ്ദത്തിൽ നിന്ന് യഥാർത്ഥ ജ്ഞാനം ഉണ്ടായി, അവിടെ ഇല്ല. ആദ്യത്തെ പറഞ്ഞ ശബ്ദത്തിൽ നിന്ന് ഭ്രാന്തി ഉണ്ടായി. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും ഇവിടെ പറയുന്നത് എന്താണ്? ശബ്ദത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകുന്നു. ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്നത് അവസ്തുവിനെയല്ല, പരമാർത്ഥത്തെ ബോധിപ്പിക്കുകയാണ്. സദാത്മീകത്വം ശ്രുതി തന്നെ ബോധിപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് അവിടെ യഥാർത്ഥമായ ജ്ഞാനം തന്നെ ഉണ്ടാകുന്നു. അതിന് ഇവിടെ ഈ പറയുന്ന വിഷയം എന്താണ്? തന്റെ മുമ്പിലെ രൂപമുണ്ടെങ്കിലും തിമിരമുണ്ടെങ്കിൽ അത് കാണാൻ പറ്റുന്നില്ലല്ലോ. കണ്ണുമുണ്ട്, പ്രകാശമുണ്ട്. അതിൽ ഈ വിഷയത്തിന് യോഗ്യത പറയുന്നു. ആ യോഗ്യതകൾ ഇല്ലാത്തവന് ജ്ഞാനം ഉണ്ടാകത്തില്ല. ബധിരനോട് ശബ്ദം പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകും. യോഗ്യത വരുമ്പോൾ ആ ജ്ഞാനം ഉണ്ടാക്കുന്നു. ആ ജ്ഞാനം ഉണ്ടായിട്ടും വീണ്ടും അവിടെ സംശയാദി ദോഷങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ അതിനെ ദൂരീകരിക്കാൻ വേണ്ടി ശ്രവണ മനനാദികൾ അഭ്യസിക്കാം. അത് പറയുന്നു. അതില്ലെങ്കിൽ വേണ്ട. എന്തായാലും അത് മരണം വരെ നിൽക്കുന്ന സമാധി കൊണ്ടല്ല എന്നാണ്. ഉപദേശം കേൾക്കുമ്പോഴും മനസ്സുകൊണ്ട് ചിന്തിച്ചതേ മനസ്സിലാക്കുന്നത്. അതൊരു മാനസിക ക്രിയയില്ല. അപ്പം മനസ്സ് അതാണ് ഇതുവരെ പറഞ്ഞു വന്നത്. അറിയുന്നതിന് ചിന്തിക്കേണ്ട കാര്യമില്ല. അതാണ് ഇതുവരെ വിശദീകരിച്ചത്. നമ്മൾ മുമ്പിലിരിക്കുന്ന വസ്തുവിനെ കാണുമ്പോൾ പിന്നെ അവിടെ മാനസിക ക്രിയയുടെ ആവശ്യമില്ല. ബോധിക്കുന്നു.
ഏത് വിഷയത്തെക്കുറിച്ച് പ്രമാണത്തിലൂടെ അറിവുണ്ടാകുമ്പോൾ പിന്നെ അതിനെ അറിയാൻ വേണ്ടി ചിന്തിക്കേണ്ട കാര്യമില്ല. അതാണ് ഇതുവരെയും പറഞ്ഞു അതാണ് നമ്മുടെ അനുഭവം. അങ്ങനെയാണ്, കേൾക്കുന്നു, ബോധിക്കുന്നു. ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു, ബോധിക്കുന്നു. ചിന്തിച്ചാണ് ബോധിക്കുന്നത്. ചിന്തിച്ചാൽ നിങ്ങൾക്ക് ബോധിക്കുന്നില്ല. നിങ്ങൾ ചിന്തിക്കുന്ന ബോധിക്കും, പറയുന്ന ബോധിക്കത്തില്ല. ഞാനൊന്ന് പറയുന്നു, നിങ്ങൾ വേറൊന്ന് ചിന്തിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് ബോധിക്കത്തില്ല. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ കാണും, സ്വന്തം കൽപ്പനകൾ, ഭാവനകൾ. മനസ്സിലായി എന്ന് പറയുന്ന എപ്പോഴാണോ? ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ. കേട്ട് മനസ്സിലായി, ഗ്രഹിക്കുന്നു. ശബ്ദത്തിലൂടെ ജ്ഞാനം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. നമ്മൾ ചിന്തിക്കില്ലെന്നല്ല പറയുന്നു, നമ്മൾ ചിന്തിക്കും. അത് കേട്ടറിയാത്തപ്പോൾ, കേട്ടു അറിഞ്ഞില്ല, ചിന്തിക്കാം. ചിന്ത എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു പ്രവൃത്തിയാണ്. അപ്പോ ശബ്ദത്തിൽ നിന്ന് തന്നെയാണ് അറിവുണ്ടാകുന്നത്. മനന ക്രിയയിലൂടെ അല്ല. പിന്നെ മനനത്തിന്റെയും മറ്റും ആവശ്യം എന്താണെന്ന് പറഞ്ഞു. അത് അറിവുണ്ടായാലും ദോഷം അവിടെ തുടരാം. ചിത്തദോഷങ്ങൾ, അജ്ഞാന സംശയാദി ദോഷങ്ങൾ വരാം. ചന്ദ്രനെ കണ്ടു, പക്ഷെ കണ്ണിന് തിമിരമുണ്ടെങ്കിൽ അവിടെ ശരിക്ക് കാണാൻ പറ്റത്തില്ല. കാണുന്നുണ്ട്, പക്ഷെ ശരിക്ക് കാണുന്നില്ല. അങ്ങനെ ഒരവസ്ഥ വരും. ഒരു ചന്ദ്രന് പോലെ രണ്ട് ചന്ദ്രനെ കാണും, മേലിലും താഴെയും. ഇങ്ങനെയുള്ള തകരാറുകളുണ്ടാകും, അത് ദോഷങ്ങളുണ്ട്. അതുപോലെ അന്ധക്കരണ ദോഷങ്ങളാണ് സംശയാദികൾ, സംശയവിപര്യങ്ങളെല്ലാം. അറിഞ്ഞ കാര്യത്തിൽ തന്നെ ഈ ദോഷങ്ങൾ വരാം. അപ്പോൾ പറയുന്നു, അതിനെ അറിവിനെ അഭിഭവിപ്പിക്കുന്നു, കീഴ്പ്പെടുത്തുന്നു. ഈ ദോഷങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ ശ്രവണ മനനാദികൾ. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? പിന്നീട് നിധ്യാസനം, അതിന്റെ നിശ്ചയം ഉണ്ടാകും. എന്ന് വെച്ചാൽ ഈ ദോഷങ്ങൾ മാറുന്നു. അറിവിൽ നിന്ന് അറിവിലേക്ക് കടന്നു വന്ന ദോഷങ്ങളെ മാറ്റുന്നു എന്നേ ഉള്ളൂ. അത്രയുള്ളൂ. ശുദ്ധമായ പ്രതലത്തിന് കണ്ണാടിയിൽ അഴുക്ക് പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അതിന്റെ സ്വച്ഛതയ്ക്ക് എന്താ ചെയ്യുന്നത്? അഴുക്കിനെ കഴുകിക്കളയുകയാണ്. അതിനർത്ഥം പുതിയൊരു സ്വച്ഛത അവിടെ കൊണ്ടുവന്നല്ല. സ്വച്ഛത അതിന് സ്വതസിദ്ധമാണ്. കണ്ണാടിയുടെ സ്വച്ഛത അത് സ്വസിദ്ധമാണ്. പക്ഷെ അഴുക്കിരുന്നാൽ അഴുക്കിനെ മാറ്റിക്കളയുന്നു. എന്താ? സ്വച്ഛതയും കൂടെ അവിടെ കൊണ്ടുവന്നില്ല. പക്ഷെ നമ്മൾ പറയും അത് സ്വച്ഛമായി, അത് ശുദ്ധമായി എന്ന് പറഞ്ഞാൽ ആ ശുദ്ധതയെ, സ്വച്ഛതയെ അവിടെ കൊണ്ടുവന്നതല്ല. അതവിടെ ഉള്ളതല്ല. പക്ഷെ അഴുക്ക് വന്നാൽ അത് മറയും. അതുപോലെ ശബ്ദശ്രവണത്തിൽ നിന്ന് യോഗ്യതയുള്ള ഒരുവന് ബോധമുണ്ടാകുന്നു. അപ്പോ ആ ബോധത്തിന് സംശയാദികൾ വന്ന് മൂടുന്നു, അതിനെ മാറ്റുന്നു. ഒരാൾ പറയുന്നു ശബ്ദശ്രവണം ഉണ്ടായി, പക്ഷെ എനിക്ക് ബോധം ഉണ്ടായില്ല. അങ്ങനെ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെന്താ പരിഹാരം? എന്തുകൊണ്ടാ ബോധമുണ്ടാകുന്നത്? ചിത്തദോഷങ്ങളുണ്ട് തന്നെ. അപ്പൊ അവിടെ അയാൾ ചെയ്യുന്ന പരിശ്രമങ്ങളെല്ലാം വീണ്ടും ഈ ചിത്തദോഷത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയായി. ആ ചിത്തദോഷത്തെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് വീണ്ടും ആ ശ്രവണത്തിൽ നിന്ന് ബോധമുണ്ടാവും. മുമ്പുണ്ടായ ശ്രവണം ഫലം ചെയ്തില്ല. ഫലം ചെയ്യാത്തതുകൊണ്ട്
അയാൾ ചെയ്യുന്ന സാധനമെല്ലാം അയാളുടെ യോഗ്യതയ്ക്ക് വേണ്ടിയായിരിക്കും. ആ യോഗ്യത അതൊരു മുഖ്യമായ ഇതാണ്. ആ യോഗ്യതയുണ്ടെങ്കിൽ അവിടെ പ്രകാശിക്കും. ദീപത്തെ ജ്വലിപ്പിക്കുന്നു. അതിന് എണ്ണയും തിരിയും എല്ലാം വേണം. എണ്ണയും തിരിയും എല്ലാം ഉണ്ട്. പക്ഷെ ദീപം ജ്വലിച്ചു കഴിഞ്ഞാലും കാറ്റ് വീശിക്കഴിഞ്ഞാൽ അതിന്റെ പ്രകാശത്തിന് മങ്ങൽ വരാം. ആ ദീപത്തെ തന്നെ മറ്റെന്തെങ്കിലും കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ അത് മങ്ങൽ വരാം. അപ്പോൾ അതിനെ നീക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കാം. ഒരു പരിശ്രമം അങ്ങനെ പൂർണ്ണ പ്രകാശം ലഭിക്കണം. അതിനെ കാറ്റില്ലാത്ത സ്ഥലത്ത് സൂക്ഷിക്കുക. അതിനെന്തെങ്കിലും മറയ്ക്കുന്നുണ്ടെങ്കിൽ ആ മറ മാറ്റുക. അത് ഒരു തരത്തിലുള്ള പരിശ്രമം. ഇനി വേറൊരു തരത്തിലുണ്ട് പരിശ്രമം. ദീപമുണ്ട്, എണ്ണയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ദീപം ജ്വലിക്കുന്നില്ല. എന്താ കാര്യം? അതിന് വെള്ളം കൂടി കലർന്നു പോയി, മാലിന്യം വന്നു, എണ്ണയിൽ പൊട്ടലും ചീറ്റലും ഒക്കെ ഉള്ളൂ. ദീപം പ്രകാശിക്കുന്നേയില്ല. അപ്പോൾ അവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഉള്ള മാലിന്യത്തെ മാറ്റാൻ. എണ്ണയെടുത്ത് ചൂടാക്കി അതിലുള്ള ജലാംശത്തെ കളയും. എന്നിട്ട് ആ എണ്ണ ഒഴിച്ച് കത്തിച്ചാൽ അത് ജ്വലിക്കും. അപ്പം ഞാൻ ഉത്പത്തിക്കും തടസ്സം ഉണ്ടാവും. ചിലപ്പോൾ പരിശ്രമമെല്ലാം ആ ജ്ഞാനോത്പത്തിക്കുള്ള തടസ്സത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെയും ജ്ഞാനം ആ ദീപം ജ്വലിക്കുന്നതിന്റെ നിമിത്തം ഒന്ന് തന്നെ. അരണി കടഞ്ഞാലേ അഗ്നി ഉണ്ടാവും. അവിടെ നിമിത്തം ഒന്ന് തന്നെ കടയിൽ. പക്ഷെ കടഞ്ഞെടുക്കുന്ന അഗ്നിയും ചിലപ്പോൾ സൂക്ഷിക്കേണ്ടി വരും, കാറ്റിൽ നിന്നും മറ്റും. അവിടെ കടയുന്നതിന് മുമ്പ് അവിടെ ഇന്ധനം ആർദ്രമായിരുന്നാൽ അതിനെ മാറ്റിയെടുക്കേണ്ടി വരും. രണ്ടു തരത്തിലും പ്രവർത്തനം വരാം. ഏതായാലും എന്താണ്, ദീപം ജ്വലിപ്പിച്ചോ അവിടെ പ്രകാശം. ജ്വലിച്ചു കഴിഞ്ഞാൽ തിരിയിൽ ദീപം ജ്വലിച്ചു കഴിഞ്ഞാൽ പ്രകാശം തന്നെ. മുമ്പും പിമ്പും വരുന്ന തടസ്സങ്ങൾ രണ്ടു തരത്തിലാണെന്നേ ഉള്ളൂ. രണ്ടു തരത്തിലുള്ള തടസ്സങ്ങളെ അംഗീകരിക്കും. പക്ഷെ അതിന്റെ നിമിത്തം വരണം. അരണി കടഞ്ഞാൽ ദീപം ജ്വലിക്കും. അതുപോലെ ശബ്ദം ശ്രവിച്ചാൽ ജ്ഞാനം ഉണ്ടാകുന്നു. അതിന് മുമ്പാണോ തടസ്സം എന്നുവെച്ചാൽ ജ്ഞാനം ഉത്പത്തിക്കാണോ തടസ്സം, അതോ അതിന് ശേഷം തടസ്സങ്ങളുണ്ടോ? അതെല്ലാം വേറെ. ഇവിടെ പറയുന്നത് എന്താണ്? ദീപം പ്രകാശിച്ചാൽ ഇരുള പോകും. ജ്ഞാനം ഉണ്ടായാൽ അവൻ മുക്തനായി എന്നാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ചിന്ത, ഭാവന തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചല്ല ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്നത് പ്രമാണജന്യമായ ജ്ഞാനത്തെക്കുറിച്ച്. അവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതാണ് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നു. അതാണ് ചിന്തയും ഭാവനയൊന്നും മനുഷ്യനില്ലെന്നല്ല പറയുന്നത്. അത് വേറെ കാര്യം. കൽപ്പനകൾ, ഭാവനകൾ, ചിന്തയൊക്കെ ഉണ്ട് മനസ്സിൽ. അതുമെല്ലാം ജ്ഞാനരൂപത്തിലാണ്. അതിനും അഭിപ്രായ വ്യത്യാസമില്ല. സ്മരണ എന്ന് പറയുന്നു, അത് ജ്ഞാനരൂപത്തിലല്ല. അവിടെ പ്രമാണങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഇന്നലെ കണ്ട ആനയെക്കുറിച്ച് ഇപ്പോൾ ഓർക്കുന്നു. അപ്പം മുമ്പിൽ ആന വേണ്ട, ചക്ഷുരേന്ദ്രിയ സന്നികർഷം അവിടെ വേണമെന്നില്ല. അതും ജ്ഞാനമാണ്, സ്മൃതി ജ്ഞാനമാണ്. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്നത് പ്രമാണജന്യമായ ജ്ഞാനം, സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം. അതും സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം. അതാണ് ഈ ശബ്ദത്തിന് ഈ പ്രാധാന്യം വന്നത്. അത് വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്തതാണ്. ദശമസ്തമസി എന്ന് പറയുന്ന ഭാഗം വന്നപ്പോൾ മുമ്പ് എവിടെയോ വളരെ വിശദമായി ചർച്ച ചെയ്തു. അതിനെക്കുറിച്ചുള്ള സംശയമുണ്ടെങ്കിൽ ആ ഭാഗം നോക്കും. എങ്ങനെയാ വാക്യം സ്വരൂപത്തെക്കുറിച്ച് ബോധമുണ്ടാക്കുന്നു, അതവിടെ ചർച്ച ചെയ്തതാണ്.
ഇതാണ് പറയുന്നത്. എന്താണ്? ജ്ഞാനം ഉണ്ടായാലും വീണ്ടും അജ്ഞാനത്തെ ആശ്രയിക്കും. ജ്ഞാനം ഉണ്ടാകാത്തവനും ആ ജ്ഞാനത്തെ തന്നെ ആശ്രയിച്ചിരിക്കുന്നു. ആ ബോധം ഉണ്ടായാലും വീണ്ടും ഇല്ലാത്ത സംശയത്തെ കൊണ്ടുവരും. സംശയം കൊണ്ടുവരേണ്ട ഒരാവശ്യമില്ല, എന്നാലും സംശയം കൊണ്ടുവരും. അല്ലെങ്കിൽ പിന്നെ ഉറക്കം വരത്തില്ല. ഇത് സംഭവിക്കും. ഇതിൽ സംശയിക്കാൻ എന്തായിരിക്കുന്നത്? ഇതിൽ സംശയിക്കേണ്ട ഒരു കാര്യങ്ങളുമില്ല. ഇവിടെ കാര്യം വ്യക്തമായിട്ടാണ് ആചാര്യൻ നമ്മളെ ബോധിപ്പിക്കുന്നു. പറയുന്ന നമ്മളെ ബോധിപ്പിക്കുന്ന ശ്രുതിക്ക് ആചാര്യന് സംശയം, പിന്നെ നമുക്കെന്തിനാ സംശയം? ശ്രോതാവിനെങ്ങനെയാണ് സംശയം വരുന്നത്? ഇല്ലാത്ത സംശയത്തെ ഉണ്ടാക്കിയെടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഇവിടെ കാര്യം വ്യക്തമായി പറയുകയാണ്. അതുകൊണ്ട് ഇനി അവസാനത്തെ കൈയായിട്ട് മരണം വരെയുള്ള സമാധി എന്ന് പറഞ്ഞാൽ പറയുന്നു, അതും ശരിയല്ല. പ്രത്യേക സന്താന അനവധാരണ ശാസ്ത്രാർത്ഥ അനവധാരണ ദോഷ പറയുന്നു. ശരി, നിങ്ങളങ്ങനെ പറയുന്നു. ഈ സമാധിയിൽ നിന്നാണ് ജ്ഞാനം, പ്രമാണത്തിൽ നിന്നല്ല. അല്ലെങ്കിൽ ധ്യാനത്തിൽ നിന്നാണ് ജ്ഞാനം പറഞ്ഞാൽ എത്ര ധ്യാനം? 1 മണിക്കൂർ ധ്യാനമോ, 2 മണിക്കൂർ ധ്യാനമോ, 1 ദിവസത്തെ ധ്യാനമോ, 2 ദിവസത്തെ ധ്യാനമോ, ഒരായുസ് മുഴുവനുള്ള ധ്യാനമോ? ഇത് ആര് നിശ്ചയിക്കും? ഇതിനൊരു ഉറപ്പ് വരണ്ട. ഇവിടെ വ്യക്തമായി പറയുന്നത് എന്താണ്? ശബ്ദം ശ്രവിച്ചാൽ ജ്ഞാനം. അതിവിടെ വ്യക്തമായി പറയുന്നു. നമ്മുടെ അനുഭവം അങ്ങനെയാണ്. പ്രമാണജന്യമായ ജ്ഞാനങ്ങളെല്ലാം അങ്ങനെയാണ്. ഇന്ദ്രിയ വിഷയ സമ്പർക്കം ഉണ്ടാകുമ്പോൾ ജ്ഞാനം ഉണ്ടാകുന്നു. ഇത് ശാസ്ത്ര താല്പര്യം ഉറപ്പിച്ചാ പറയുന്നു. പറയുന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. ഇന്ന് പറയുന്ന അങ്ങനെയല്ല, ധ്യാനമാണെന്ന്. അപ്പോൾ എത്ര ധ്യാനമെന്നും ഇവിടെ പറയേണ്ടി വരും. ഇന്ന് പകൽ മുഴുവൻ ധ്യാനിച്ചാൽ മതിയോ? ജ്ഞാനം ഉണ്ടാവും എന്ന് ചോദിച്ചാൽ എന്ത് സമാധാനം പറയും ഗുരു? ഇന്ന് രാത്രി ഇവിടെ ധ്യാനിക്കണമോ? അതോ ഈ ജന്മം മുഴുവൻ ധ്യാനിക്കണമോ? ഇത് നിശ്ചയിക്കാൻ പറ്റത്തില്ല ആർക്കും. ഇതിന്റെ അളവ് നിശ്ചയിക്കാൻ പറ്റത്തില്ല. പ്രത്യേക സന്താന അനവധാരണ ശാസ്ത്രാർത്ഥ അനവധാരണ. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ നിശ്ചയം വരത്തില്ല. അങ്ങനെ ഉപദേശിക്കുന്ന ഗുരുവിന്റെ ഉപദേശത്തിന് വിശ്വാസം വരത്തില്ല. ഗുരുവിനും തറപ്പിച്ച് പറയാൻ കഴിയത്തില്ല. ഇന്നതുകൊണ്ട്, ഇത്ര ധ്യാനം കൊണ്ട്, ഇത്ര സമാധി കൊണ്ട് ഞാനത് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഞാൻ ഇത്രയും ദിവസം ധ്യാനിച്ചെന്നിട്ടും ഉണ്ടായില്ല. അനവധാരണ ദോഷം വരും. ഇവിടെ നിന്നിന് ദോഷം വരാം, കേൾവിക്കാരന്. ശാസ്ത്രത്തിൽ ദോഷത്തെ അംഗീകരിക്കത്തില്ല, അത് സമ്മതിക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ശാസ്ത്രത്തിൽ ദോഷം വരും. കാരണം ശാസ്ത്രത്തിന് നിശ്ചയിക്കാൻ കഴിയുന്നില്ല എങ്ങനെ ജ്ഞാനം ഉണ്ടാകും, വ്യക്തമായി ഉപദേശിക്കാൻ കഴിയുന്നില്ല, അത് അംഗീകരിക്കത്തില്ല. ജീവന് ദോഷമൊന്നും ഉണ്ടെന്നുള്ള കാര്യം സർവസമ്മതമാണ്. അതുകൊണ്ട് ചിലർക്ക് ജ്ഞാനം ഉണ്ടാകുന്നു, ചിലർക്ക് ഉണ്ടാകുന്നില്ല. ഉണ്ടായവർക്കും പ്രശ്നങ്ങളാണ്, ഉണ്ടാകാത്തവർക്കും പ്രശ്നങ്ങളാണ്. ഇതൊക്കെ അവനവന്റെ പ്രശ്നം. ശാസ്ത്രത്തിൽ ദോഷത്തെ ആരോപിക്കാൻ പറ്റത്തില്ല. കാരണം അതെന്താണ്? അത് സത്യവചനമാണ്, അത് ഗുരുപദേശമാണ്. അതിനെങ്ങനെ ദോഷം വരും? നിങ്ങൾ പറയുന്നതനുസരിച്ച് ദോഷം അവിടെ വരും. ഈയതാം പ്രത്യയാനാം സന്തതിരവിദ്യായ നിവർത്തികയെത്തി അനവധാരണ ശാസ്ത്രാർത്ഥനവധ്രിയേത തച്ചാനിഷ്ഠം. ഇത്ര ധ്യാനം, ഇത്ര സമാധി ആ എണ്ണം കൊണ്ടോ സമയം കൊണ്ടോ ഒക്കെ നിശ്ചയിച്ചിട്ട് ആർക്കെങ്കിലും ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ഗുരുവിന് ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ ഈ വിഷയത്തിൽ? നിനക്ക് വേണമെങ്കിൽ പറയാം, ഒരു മന്ത്രം ഇത്ര ലക്ഷം നീ ഉരുക്കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന സിദ്ധി ഉണ്ടാകുമെന്ന് പറയാം. അത് നടന്നു വരാം. ഇതൊന്നുമല്ല വിഷയം. ഇന്ന ദേവതയെ പ്രത്യക്ഷപ്പെടുത്താം ഈ മന്ത്രം കൊണ്ട് ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ
എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ ആ വഴിക്ക് പോകുന്നു, അയാൾക്ക് ആ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കാം. അതിനെയൊക്കെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് സ്വരൂപബോധമാണ്, ആത്മബോധമാണ്, സത്യത്തെക്കുറിച്ചുള്ള ബോധമാണ്, ഈശ്വരബോധമാണ്. ഇതിനെ സംബന്ധിച്ച് യഥാം പ്രത്യാന സന്തതി, ഇത്ര മണിക്കൂർ ധ്യാനം, ഇത്ര സമാധി, 1, 2, 3, 4, 5 സമാധി, ഇന്ന് നീ ധ്യാനിക്കുക, ഇന്ന് നിനക്കൊരു സമാധി കിട്ടും, സാരമില്ല, മടങ്ങിപ്പോരുക, നാളെ കിട്ടും, മറ്റൊന്ന്, 5-ാമത്തെ ദിവസം ജ്ഞാനം, ഇങ്ങനെ പറയാൻ പറ്റും. സന്തതി അവിദ്യ നിവർത്തിക, അതാണ് അവിദ്യയെ നിവർത്തിപ്പിക്കുന്നത്. ധ്യാനം അല്ലെങ്കിൽ സമാധി അനവധാരണ, അതാണ് അങ്ങനെ നിശ്ചയിക്കാൻ ആർക്കും കഴിയത്തില്ല. വെളിച്ചം ഇരുളിനെ മാറ്റുമെന്ന് തറപ്പിച്ച് പറയും, അതുപോലെ ഇത് പറയാൻ കഴിയത്തില്ല. ശാസ്ത്രാർത്ഥവൻ അവധ്രിയേത, ശാസ്ത്ര താല്പര്യം എന്തെന്ന് നിശ്ചയിക്കാൻ കഴിയാതെ വരും. തച്ചാനിഷ്ടം, അത് അനിഷ്ടമാണ്. എന്നുവെച്ചാൽ ഗുരുവിന്റെ ഉപദേശത്തിൽ തന്നെ ദോഷം വന്നു കഴിഞ്ഞാൽ ശിഷ്യന്റെ കഥ എന്താകും? ശാസ്ത്ര താല്പര്യം നിർണ്ണയിക്കാൻ കഴിയില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഗുരുവിന്റെ ഉപദേശത്തിന്റെ താല്പര്യം നിർണ്ണയിക്കാൻ കഴിയുന്നില്ലെന്നാണ്. അതല്ലേ ഉപദേശിക്കുന്നു. നമ്മുടെ ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അത്? ഗുരുപദേശമാണ്, ശാസ്ത്രം ഇത് രണ്ടും രണ്ടല്ല. അപ്പൊ അതിന് നിശ്ചയം ഉണ്ടാകുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം തകരാറിലായി. എന്നാലും ധ്യാനപക്ഷക്കാരൻ വിടാൻ തയ്യാറല്ല. സന്തതി മാത്രത്തെ അവതാരതയെ വേദിച്ചത് പറയുന്നു. ഞങ്ങളതൊന്നുമല്ല പറയുന്നു. ധ്യാനം കൊണ്ട് ജ്ഞാനം, അല്ലെങ്കിൽ സമാധിയിൽ ജ്ഞാനം, മോക്ഷം, ഇതേ ഞങ്ങൾ പറയുന്നു. അജ്ഞാനനാശം, അത് എണ്ണം, അതിന്റെ കണക്കൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. ധ്യാനിച്ചാൽ ഉടൻ അജ്ഞാനം നശിക്കും. സന്തതി മാത്രത്വേ, എണ്ണത്തിന്റെ കണക്കൊക്കെ നിങ്ങൾ പറയുന്നതാണ്, ഞങ്ങൾക്കതൊന്നും താല്പര്യമില്ല. അവധാരിതേവേദി ചെയ്ത് ആദ്യ അന്തയോരവിശേഷ പ്രഥമ വിദ്യ പ്രത്യസന്തന മരണകാലാന്തവേദി വിശേഷഭാവ ആദ്യന്തയോ പ്രത്യയോ പൂർവത്വ ദോഷോ പ്രസജ്ജേയാത. ദോഷം വരും, വീണ്ടും ദോഷം വരും. ശരി, നിങ്ങൾ ധ്യാനിക്കുന്നു. എന്തിനാ ധ്യാനിക്കുന്നത്? അഹം ബ്രഹ്മാസ്മി. ധ്യാനം എപ്പോ തുടങ്ങി? ഇപ്പൊ തുടങ്ങി ധ്യാനം, ഈ നിമിഷം തുടങ്ങി എന്ന് വെച്ചോ. എങ്ങനെയാ തുടങ്ങിയത്? അഹം ബ്രഹ്മാസ്മി. ശരി, അടുത്ത നിമിഷം അഹം ബ്രഹ്മാസ്മി, അടുത്ത നിമിഷം, മൂന്നാമത്തെ നിമിഷം അഹം ബ്രഹ്മാസ്മി. ഒന്നാമത്തെ നിമിഷം കഴിഞ്ഞ് രണ്ടാം നിമിഷം, മൂന്നാം നിമിഷത്തിലേക്ക് പോകുന്നുണ്ടല്ലോ. അങ്ങനെ 4, 5. ഈ ഒന്നാമത്തെ നിമിഷത്തിൽ ഇതുകൊണ്ട് വിശേഷമൊന്നും ഉണ്ടായില്ലെങ്കിൽ ഇതേ കാര്യമാണല്ലോ രണ്ടാമത്തെ നിമിഷത്തിൽ, അതുകൊണ്ട് എന്ത് വിശേഷം ഉണ്ടാകാനെന്നാണ് ചോദിക്കുന്നത്. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയും ഇത് തന്നെ പോകുന്നു, അഹം ബ്രഹ്മാസ്മി. 1, 2, 3 നിമിഷങ്ങളിലൊന്നും ഇതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായില്ലെങ്കിൽ അവസാനത്തെ നിമിഷം ഇതുകൊണ്ടെന്ത് പ്രയോജനം ഉണ്ടാകും? എന്തുകൊണ്ട് ഇവിടെ അങ്ങ് അഹം ബ്രഹ്മാസ്മി മാറുന്നില്ല? ആദ്യ നിമിഷത്തിൽ അഹം ബ്രഹ്മാസ്മി എന്ന അവസാന നിമിഷവും അത് മാറ്റിയാൽ ശരി. ഒന്നാം നിമിഷത്തിലെ ഗുണം ചെയ്തില്ലെങ്കിൽ അവസാന നിമിഷവും അതെങ്ങനെ ഗുണം ചെയ്യും? ഭാഷ്യക്കാരെല്ലാം യുക്തി കൊണ്ട് പരിശോധിക്കുകയാണ്. നിങ്ങളുടെ അനുഭവം എന്ന് പറയുന്നു, പക്ഷെ അതെന്റെ യുക്തിക്ക് കൂടി യോജിച്ചാൽ ഞാനത് സ്വീകരിക്കും. അതിന് ശ്രദ്ധ വരണ്ടേ? എന്നല്ലാതെ എനിക്ക് സ്വീകരിക്കാനും പരിശീലിക്കാനും പറ്റും. അല്ല, എന്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല. എന്റെ അനുഭവം എന്ന് പറയുന്നത് എന്നെ പറ്റിക്കാനും പറ്റുമല്ലോ. ആന പുറത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞതുപോലെ പറ്റിക്കാനും പറയാം.
അതുപോലെ ഈ പറയുന്നത് എന്റെ യുക്തിക്കൂടെ നടക്കണം. ആദ്യന്തയോരവിശേഷ, ആദ്യത്തെ അഹം ബ്രഹ്മാസ്മി അവസാനത്തെ അഹം ബ്രഹ്മാസ്മി എല്ലാം ഒന്ന് തന്നെ, ഒരു വ്യത്യാസമില്ല. ആദ്യത്തേലുണ്ടായിരുന്നെങ്കിൽ അവസാനത്തേലുണ്ടാവും. ഇത് എന്റെ സമാധിയുടെ ഈ അഹം ബ്രഹ്മാസ്മി അതിനെ ദൃഢമാക്കി മരണപര്യന്തമുള്ള സമാധി എന്നാണ്, ദീർഘ സമാധി. നിങ്ങളെപ്പോഴാണോ സമാധിയിലേക്ക് പ്രവേശിക്കുന്നത് ആ സമയത്ത് തന്നെ, എന്നുവെച്ചാൽ ആ സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് മുക്തി സിദ്ധിക്കുകയാണെങ്കിൽ 2, 3, 4 തുടർന്ന് സമാധിയുടെ ആവശ്യമില്ലല്ലോ. പിന്നെന്തിനാ വീണ്ടും സമാധി മരണപര്യന്തം ഇരിക്കുന്നു? ആദ്യ ക്ഷണത്തിൽ സമാധി കൊണ്ട് തന്നെ മുക്തനാകുന്നു. ഒരാൾ വീണ്ടും എന്തിനാ സമാധി ഇരിക്കുന്നത്? സമാധി എന്തിനു വേണ്ടി? മുക്തിക്ക് വേണ്ടി. അയാൾ മരണപര്യന്തം സമാധി ഇരിക്കുന്നത് അതിന്റെ ആവശ്യം എന്ത് വന്നു? ആദ്യ ക്ഷണത്തിൽ തന്നെ അയാൾ മുക്തനാണ്. അവിടെ സംഭവിക്കണമല്ലോ. അപ്പോ ആദ്യത്തെ സമാധി കൊണ്ട് പ്രയോജനമില്ലാത്തതുകൊണ്ടാണ് സമാധി നീട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പൊ പ്രയോജനമില്ലാത്ത സമാധിയെ എത്ര നീട്ടിയാലും അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ലെന്നാണ് യുക്തിയിൽ മനസ്സിലാകുന്നത്. ഇവിടെ ഈ വിഷയത്തിൽ സ്വരൂപബോധത്തിന് അത് ഉപകരിക്കത്തില്ല, ഏകത്വബോധത്തിന് അത് ഉപകരിക്കില്ല. പ്രഥമ വിദ്യപ്പെടുത്തിയ സന്തതിർ മരണകാലാന്താവേദി വിശേഷാഭാവ. ആ പ്രഥമക്ഷണത്തിലെ ധ്യാനമാണോ അതോ ആ മരണ കാലത്തുള്ള ധ്യാനമാണോ? ഇത് രണ്ടും തമ്മിൽ പ്രത്യേകതയുണ്ട്. ആദ്യന്തയോ പ്രത്യേകോ പൂർവോക്തോ ദോഷവും പ്രസജ്ജയാതാം. അതുകൊണ്ട് ആദ്യം അവസാനം ഇത് രണ്ടിനും ആദ്യത്തെ സാധിക്കാത്തത് അവസാനത്തേനും സാധിക്കത്തില്ല. ആദ്യത്തെ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വേണ്ട, ഈ ദോഷങ്ങളെല്ലാം വരും. അതുകൊണ്ട് ഈ ധ്യാനം അല്ലെങ്കിൽ സമാധി അവിദ്യാനിവർത്തകമാണെന്നുള്ളതിനെ സ്വീകരിക്കാൻ സാധ്യമല്ല എന്നാണ്. ഏവം തർഹി അനിവർത്തക വേദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ ശ്രുതിയുടെ ഉപദേശം അജ്ഞാനത്തെ നശിപ്പിക്കില്ല എന്ന് സ്വീകരിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ശ്രുതിയുടെ ഉപദേശം ശ്രവിച്ചു, തത്വമസി എന്ന് ശ്രവിച്ചു. പക്ഷെ വീണ്ടും എനിക്ക് സംശയങ്ങളും അജ്ഞാനങ്ങളും ഉണ്ട്. ശരീരം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ധ്യാനിച്ചു തുടങ്ങി. വീണ്ടും സംശയങ്ങളും അജ്ഞാനവും തന്നെ. ശരി, അത് കഴിഞ്ഞിട്ട് ഞാൻ സമാധിയിലേക്ക് പോയി. ഉണർന്നു വന്നപ്പോൾ വീണ്ടും സംശയവും അജ്ഞാനവും തന്നെ. അപ്പൊ തഹി അനിവർത്തക, ഇത് സ്വീകരിക്കാം. ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഈ തത്വശ്രവണം കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ഇത് അജ്ഞാനത്തെ നിവർത്തിക്കത്തില്ല, മോക്ഷത്തെ അത് ശരിയാകത്തില്ല. എന്നാ എന്തുകൊണ്ട്? തസ്മാത് സർവം അഭവത് വിശ്രുതേഹി. ഉപദേശം എന്താ പറയുന്നത്? തസ്മാത്, ആ ജ്ഞാനം കൊണ്ട് അവന് സർവാത്മഭാവം ഉണ്ടായി എന്നാണ്. ഇല്ലെന്നല്ല പറയുന്നു. ഇല്ലെന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം അജ്ഞനായ ശ്രോതാവിന്റെ അഭിപ്രായത്തെ സ്വീകരിക്കണമോ അതോ ശ്രുതിയുടെ അഭിപ്രായത്തെ സ്വീകരിക്കണമോ? ഗുരുവിന്റെ അഭിപ്രായത്തെ സ്വീകരിക്കണം. ഗുരു പറയുന്നത് എന്താണോ? സർവാത്മഭാവത്തെ കുറിച്ച് പറയുന്നു. അത് സ്വാനുഭവമാണല്ലോ. ഭിദ്യതേ പ്രദേഗ്രന്ഥി, അജ്ഞാനം നശിക്കുന്നു. തത്രക്കോ മോഹ ശോക ഏകത്വം അനുപശ്യത ഇത്യാദി ശ്രുതിഭ്യശ്ച. ഇത്തരം നിരവധി ശ്രുതികൾ കൂടാതെ വിദ്വാൻമാരുടെ അനുഭവം ശ്രുതിഭ്യശ്ച, ശ്രുതികളും എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. കേവലം ശ്രുതി മാത്രമല്ല, മഹാത്മാക്കളുടെ അനുഭവവും അതാണല്ലോ പറയുന്നത്. ശോകമോഹങ്ങൾ നിവർത്തിച്ചിരിക്കുന്നു, അജ്ഞാനം നശിച്ചിരിക്കുന്നു ഏകത്വജ്ഞാനം കൊണ്ട് എന്ന മഹാത്മാക്കളുടെ അനുഭവമുണ്ട്. ഇതുള്ളപ്പോൾ ഇവിടെ ശ്രോതാവായിരിക്കുന്ന ഒരു അജ്ഞാനി പറയുന്നത് നടക്കാത്ത കാര്യമാണ്. അങ്ങനെ സ്വീകരിക്കാൻ പറ്റും?
വിദ്വാന്റെ അനുഭവത്തിന് എന്താ വിലയില്ലേ? അതിന് സ്വീകരിച്ചേ മതിയാവൂ. പിന്നെ അത് എങ്ങനെ എന്നുള്ള കാര്യത്തിലാണ് അഭിപ്രായ വ്യത്യാസം. എവിടെ, എങ്ങനെ, എപ്പോ, ആരിൽ ഇത് സംഭവിക്കുന്നു, ഈ കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. പക്ഷെ ഇത് സംഭവിക്കുന്നു. അതുകൊണ്ട് ജ്ഞാനം കൊണ്ട് അജ്ഞാന നിവൃത്തി സംഭവിക്കില്ല എന്ന് പറയുന്നത്